കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ജീവിതത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ മുന്നമേ കണ്ടറിഞ്ഞ അവർക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ യേശുവിന്റെ ഓഹരിക്കാരായ പ്രിയ മക്കളെ ഒരു കാര്യം പരിശുദ്ധാത്മാ വ്യക്തമായി പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ദൈവ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മുന്നമേ കണ്ട് കരുതി വെച്ചിരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ നടുവിൽ ഉണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് ചില വേദനിക്കുന്ന ഹൃദയങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മുന്നമേ കരുതി വെച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തെളിവ് ആദിമ മനുഷ്യനായ ആദാമിന് വേണ്ടതായ സകല നന്മകളും, ആദിമ മനുഷ്യനായ ആദാം ഭൂമി ജനിക്കുന്നതിനു മുൻപേ അവന് വേണ്ടതായ സകല നന്മകളും മുന്നമേ കരുതി വെച്ചതായ ദൈവമുണ്ട്. ഇന്ന് പകലിൽ വ്യക്തികളോട് പരിശുദ്ധാത്മാ പറയുകയാണ്, നിനക്ക് വേണ്ടതായ സകല നന്മകളും, നിന്റെ ഭാവിക്ക് വേണ്ടതായ സകല നന്മകളും, നിന്റെ ഭവനത്തിന് വേണ്ടതായ സകല നന്മകളും ദൈവത്തിന്റെ ആത്മാവ് കരുതി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ കൂടെ നമുക്ക് മനസ്സിലായി, ദൈവം നമുക്ക് വേണ്ടി മുന്നമേ കരുതി വെച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാം വായിച്ച വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ചിന്തകളാണ് ഈ പകലിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, ദൈവത്തിന്റെ കരുതലുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കരുതൽ എങ്ങനെ നമുക്ക് പ്രാപിക്കാം, ദൈവത്തിന്റെ കരുതൽ എങ്ങനെ നഷ്ടമാക്കുന്നു, എന്താണ് ദൈവം മനുഷ്യനു വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥ കരുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരുതൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തു കൊടുക്കാം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ല, പഴയ നിയമത്തിൽ ഭക്തന്മാർ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ മരുഭൂമിയിലെ സഭയാകുമ്പോൾ പുതിയ നിയമത്തിലെ ആമേൻ ശരീരമാകുന്ന സഭയാണ്. അല്ലെങ്കിൽ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞെന്ന ക്രിസ്തുവിന്റെ സഭയും ദൈവത്തിൻ്റെതായ നിരവധി കരുതലുകളും അനുഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. 1-2 തെളിവുകൾ നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച ഒരു കുടുംബമാണ് നോഹയുടെ കുടുംബം. ഇന്നും വ്യക്തികൾ ഓരോ ദിനം തോറും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതും അത് അനുഭവിച്ചറിയുന്നതും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നിട്ട് നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യന് വേണ്ടി കരുതിയ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത് പെട്ടകമായിരുന്നു. ആമേൻ. എന്നിട്ട് പെട്ടകം ഒരുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരുക്കി വെച്ചതിന് ശേഷം ദൈവം പറഞ്ഞു, ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. ഈ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ പോവുകയാണ് എന്നൊരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തു. പക്ഷെ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ അവർ തയ്യാറായില്ല. ദൈവം പറഞ്ഞ ആമേൻ ന്യായവിധിയുടെ ഒരു വെള്ളം ഭൂമിയിൽ പൊങ്ങുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരുതൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറുമ്പോൾ ഇവിടെ അവർ പരാജയപ്പെടുകയാണ്. എന്നാൽ ദൈവത്തിന്റെ കരുതലിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ കരുതൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് നോഹയുടെ കുടുംബവും അവിടെ വിജയിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ നോക്കി ദൂത് പറയുകയാണ്, നീ ഈ പെട്ടകത്തിനകത്ത് കയറിയതാണെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതൽ നീ അനുഭവിക്കാൻ പോവുകയാണ്, തലമുറകൾ അനുഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടകത്തിൽ കയറിയവർക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ദൈവത്തിൽ ഏറ്റവും വലിയ കരുതൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെ നടുവിൽ ഞെരുക്കങ്ങളിലൂടെയും കടന്നുപോയി പലതിനെയും ചൊല്ലി വിചാരപ്പെടുന്ന വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാ വ്യക്തമായി പറയുകയാണ്,
മോവാബ് ദേശത്ത് കിടന്ന് നശിച്ചു പോയ നിന്നെയും അല്ലെങ്കിൽ ബോബസിന്റെ വയൽ എത്തിച്ചതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയാം. ഈ പകലിൽ ക്രിസ്തു എന്ന സഭയിലേക്ക് പ്രിയ മക്കളായി തീർന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭൂമി ന്യായവിധിയുടെ തീ വീഴുന്നതിന് മുമ്പ് ആമേൻ കർത്താവിലേക്ക് വരുന്ന ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും വിടുതൽ പ്രാപിക്കുന്ന സമയമാകുന്നു. എന്നാൽ നോഹയും നോഹയുടെ കുടുംബവും ദൈവിക കരുതൽ പ്രവേശിച്ചതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീയിൽ പെട്ടു പോകാതിരിപ്പാൻ ദൈവത്തിന്റെ കരുതലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ കരുതൽ നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് പകലി ദൈവം മനുഷ്യർക്കു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന യഥാർത്ഥ കരുതൽ അനുഭവിക്കണമെങ്കിൽ അത് കരുതി വെച്ചിട്ടാണ് നാം ചെല്ലേണ്ടത്. നാം എവിടെയല്ല പാട്ടുകാരൻ പാടി എൻ്റെ ദേശം ഇവിടെയല്ല. ഈ പകലിൽ പരിശുദ്ധാത്മാവ് സഭയെ നോക്കി ആത്മാവിൽ ദൂത് പറയുകയാണ്, നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന യഥാർത്ഥ നന്മ കാണണമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ സ്വന്തം ഭവനത്തിൽ മേൽ നാം ചെന്ന് ചേരണം. ആ യഥാർത്ഥ കരുതലിലേക്ക് എത്തിച്ചേരാനാണ് ദൈവത്തിന്റെ കരുതലായ ക്രിസ്തുവിന്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവം സഭയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നിത്യതയിലാണ്. ആ കരുതൽ ഒരിക്കലും തീർന്നു പോകാത്തതുമാണ്. ഇത്ര പേർ സന്തോഷിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നാം ദൈവത്തെ ആരാധിച്ചു പോകും. എന്നാൽ ഈ കരുതലിലേക്ക് എത്തിച്ചേരുവാനുള്ള മറ്റൊരു കരുതൽ ക്രിസ്തുവിന്റെ സഭയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പകലിൽ ആരെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടിട്ട് നീ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണോ, സ്നാനപ്പെടാത്ത വ്യക്തിയാണോ? ഇന്ന് പകലിൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന കരുതലിലേക്ക് നിങ്ങൾ ചെന്ന് ചേരുവാൻ ഇടയായി തീരും. ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടി തന്റെ പുത്രനെ ഒരുക്കി വരികയാണ്. അങ്ങനെയെങ്കിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് പോലെ അവനെ തകർത്ത് കളയ യഹോവയ്ക്ക് പ്രസാദം തോന്നി. ദൈവസഭയോട് പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്കുള്ള യഥാർത്ഥ കരുതലിന് വേണ്ടി കാൽവറിയിൽ യേശു ക്രിസ്തു വില കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു കാര്യം, ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ദൈവവേദനും ആ കരുതലിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇന്ന് പകലില് ഹല്ലേലൂയ, ആ കർത്താവിന്റെ തിരുരക്തത്താല് കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും മാനവരാശിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തെങ്കിൽ അതിൽ ഞാനും ഉൾപ്പെടും എന്ന ബോധ്യമുള്ളവര് ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലെ വായു കൊണ്ട് ഏറ്റു പറയുന്നവർ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായു കൊണ്ട് ഏറ്റു പറയുന്നവർ രക്ഷിക്കപ്പെടും. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ രക്ഷാമാർഗം സ്വീകരിക്കുന്നവരായി തീരട്ടെ. ദൈവത്തിന്റെ കരുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കണം. എന്താണ് നാം അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെതായ കരുതൽ കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ചിന്തകൾ, വിചാരങ്ങൾ, ഭാരങ്ങൾ, ആകുലതകൾ എന്നിവ കരുതുവാൻ കഴിവുള്ളവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് പകലില് ദൈവാത്മാവ് വ്യക്തികളോട് പറയുകയാണ്, ദൈവത്തിൻ്റെതായ കരുതലുകൾ നിന്റെ ജീവിതത്തിൽ കാണുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഈ കരുതലുകൾ വെളിപ്പെടും. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകുലതകളും ചിന്തകളും വിചാരങ്ങളും കടന്നു വരുന്നത് ദൈവത്തിന്റെ വചനം ആ കരുതൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. ദൈവവചനം പറയുന്നു, നിന്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
ആമേൻ. കരയുന്ന കാക്ക തന്റെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നു. ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ പുലർത്തുവാൻ, നിന്നെ കരുതുവാൻ കഴിവുള്ള, ആമേൻ ആമേൻ, ഉറച്ചൊന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ, ആമേൻ, നിന്നെ പോറ്റി പുലർത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ആമേൻ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ ഇടയായി തീരും. ആമേൻ. ഇന്ന് പകലില്, ആമേൻ, പത്രോസിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, പത്രോസിന്റെ ജീവിതത്തിൽ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആമേൻ, അവൻ ശീലനാണ്. എന്നും നിരന്തരം കടലിൽ പോയി വല വീശുന്ന പതിവുണ്ട്. എന്നാൽ ജീവിതത്തിൽ വല വീശി കഴിഞ്ഞപ്പോഴും ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ, ശൂന്യമായ അവസ്ഥകൾ, നിരാശപ്പെട്ട അനുഭവങ്ങൾ, ഭാരപ്പെട്ടു പോയ അനുഭവങ്ങൾ. എങ്കിലും ആ പടകിനകത്ത് യേശു കയറിയിട്ട്, പത്രോസെ, നീ ആഴത്തിലേക്ക് നീക്കി വല വീശുവിനെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ വാക്കില്, ആമേൻ, പത്രോസ് ഒരുപക്ഷെ പറഞ്ഞു കാണാം, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. ഓരോ കാര്യങ്ങൾ, ന്യായങ്ങൾ വേണേ പറയാമായിരുന്നു. പക്ഷെങ്കില് യേശു പറഞ്ഞ വാക്കിനകത്ത് പത്രോസ് വിശ്വസിച്ചിട്ട് വല വീശിയപ്പോൾ, ആമേൻ, പെരുത്ത മീൻകൂട്ടം കിട്ടാറായി. വല കീറുമാറ്, ഒരു വലിയൊരു നിറവ്, അവിടെ ശൂന്യതകൾ മാറി. വലിയൊരു നിറവിന്റെ അനുഭവത്തിലേക്ക് ആ പത്രോസിന്റെ പടക് നിറയാനിടയായി തീർന്നു. ഇന്ന് പകലില്, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിന്മേലെ, കുടുംബത്തിന്റെ മേലെ ശൂന്യതകൾ എവിടെയാണ് തളം കെട്ടിക്കിടക്കുന്നത്, അവിടെ നോക്കി നീ വിശ്വാസത്തോടെ കർത്താവിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു കർത്താവ് നിന്റെ പടകിലുണ്ട്. ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോൾ അവിടെ വിടുതലും കരുതലും ഒരുപോലെ വെളിപ്പെട്ടു വരാൻ ഇടയായി തീരുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് പകലിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയം ഒരു നിമിഷം ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ആ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട്, ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾ നാൾ തോറും കാണത്തക്ക വിധത്തില് ദൈവം ചില നന്മകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമേതനായ സ്തോത്രം. ഈ കേൾക്കപ്പെട്ട ഓരോ തിരുവചനവും തന്റെ ജനത്തിന്റെ മേൽ അത് അനുഗ്രഹമായി മാറട്ടെ, വലിയ വിടുതലായി മാറട്ടെ. കർത്താവിന്റെ വലിയ കൃപ തന്റെ ജനത്തിന്മേൽ വെളിപ്പെടണം. സകലതും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകലമാനവും മഹത്വവും പിതാവ് എടുക്കട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.